യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയാം ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അത്ഭുതകരമായ ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് യേശു നമുക്ക് വേണ്ടി വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം തന്നെ അതാണ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നാം മറച്ചു വെക്കരുത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികളെ നാം ഒരിക്കലും മറച്ചു വെക്കരുത്. ലൂക്കാ സുവിശേഷം 5-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനം. എല്ലാവരും വിസ്മയഭരിതരായി. എല്ലാവരും വിസ്മയഭരിതരായി. എല്ലാവരും അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ്. കാരണം അവരുടെ കൺമുമ്പിൽ യേശു വലിയൊരു അത്ഭുതം ചെയ്യുകയാണ്. തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് അവരെ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി. അവരുടെ വിശ്വാസത്തെ കണ്ടിട്ട് യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളുക. തൽക്ഷണം ആ തളർവാദ രോഗി സൗഖ്യം പ്രാപിച്ചു. തളർന്ന കാലുകൾ, തളർന്ന അസ്ഥികൾ, തളർന്ന നടുവ് ബലം പ്രാപിച്ചു. തളർന്ന ശരീരത്തിന് മേല് ദൈവശക്തി കടന്നുപോയി.
സങ്കീർത്തനം 35:10. കർത്താവേ, എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും, അങ്ങേക്ക് തുല്യനായിട്ടാരുണ്ട്? എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും, അങ്ങേക്ക് തുല്യനായിട്ടാരുമില്ല. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഓരോ ധ്യാനത്തിലും കൺവെൻഷനിലും ഞാൻ കാണുന്ന അത്ഭുതങ്ങൾ 2000 വർഷം മുൻപ് യേശു ചെയ്ത അതേ കാര്യങ്ങളാണ്. അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, തളർവാദ രോഗികൾ എണീറ്റു നടക്കുന്നു, ഊമന്മാർ സംസാരിക്കുന്നു, വിക്കന്മാരുടെ വിക്കുമാറുന്നു, തളർന്നു കിടക്കുന്നവർ എണീറ്റു നടക്കുന്നു. 2000 വർഷം മുൻപ് യേശു ചെയ്ത അതേ പ്രവർത്തികൾ ഇന്നും യേശു ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവർത്തികളെ നാം മറന്നു പോകരുത്. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ, നമ്മൾ കണ്ണുകൊണ്ട് കണ്ട അത്ഭുതങ്ങളെ നമ്മൾ ഒരിക്കലും മറച്ചു വയ്ക്കരുത്. നമ്മൾ വിശ്വാസത്തോടെ ദൈവമഹത്വത്തിനായി അത് പങ്കുവയ്ക്കണം. കർത്താവേ, എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും, അങ്ങേക്ക് തുല്യനായിട്ട് ആരുണ്ട്? അങ്ങേക്ക് തുല്യനായിട്ട് ആരുമില്ല. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അസാധാരണമായ പ്രവൃത്തികൾ ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ബലഹീനരെ ശക്തരിൽ നിന്നും, ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു. ബലഹീനരെ അവിടുന്ന് രക്ഷിക്കുന്നു, ദുർബലനെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നാം ഒരിക്കലും മറക്കരുത്. അങ്ങനെ മറക്കുന്നുവെങ്കിൽ അത് നാം ചെയ്യുന്ന നന്ദികേടാണ്. ദൈവത്തോട് നമ്മൾ നന്ദികേട് കാണിക്കരുത്. നിന്റെ സൃഷ്ടാവ് നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എവിടെയും വിളിച്ചു പറയുവാൻ നിനക്ക് മനസ്സുണ്ടാവണം. സങ്കീർത്തനം 78 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം സ്വീകരിക്കുക. ദൈവമായ കർത്താവ് പറയുക, എൻ്റെ ജനമേ, നിങ്ങൾ എൻ്റെ ഉപദേശം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ഒരു ലോകത്തിൻ്റെ മനുഷ്യനായിട്ട് നീ നടക്കുവാൻ പാടില്ല. നീ എൻ്റെ ഉപദേശം സ്വീകരിക്കുക. എൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നത് നീ കേൾക്കുക. എൻ്റെ ഉപദേശങ്ങൾ, എൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും. എൻ്റെ ഉപദേശം നീ ശ്രവിക്കുക. അതിനുവേണ്ടി ദൈവാത്മാവിൻ്റെ സ്വരത്തിനു വേണ്ടി നീ നിന്റെ കാതുകളെ എപ്പോഴും തുറന്നു കൊടുക്കുക. എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക, ഞാൻ നിന്നോട് സംസാരിക്കും. എൻ്റെ വാക്കുകൾക്ക് നീ ചെവി തരിക. എൻ്റെ സ്വരം ശ്രവിക്കാനായി നിന്റെ മനസ്സിനെ നീ ഒരുക്കുക. എൻ്റെ ഉപദേശം നീ ശ്രവിച്ച് അതനുസരിച്ച് നീ നടക്കണം. ഞാൻ ഒരു ഉപമ പറയാം. പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കി തരാം. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. പിതാക്കന്മാർ, നമ്മുടെ പിതാക്കന്മാരെ ദൈവം നടത്തിയ വഴികള് നമുക്കറിയാം. ഒരു കാലഘട്ടത്തില് നമ്മുടെ പിതാക്കന്മാര് സ്വന്തം നാടും വീടുമൊക്കെ വിട്ട് അനേക സ്ഥലങ്ങളിൽ കുടിയേറി പാർത്തു. പകലന്തിയോളം മണ്ണിന്റെ മേൽ അധ്വാനിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു. ഒരു കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് ഭവനമില്ല. മരത്തിൻ്റെ മുകളിലൊക്കെ
കുടിലുകളൊക്കെ കെട്ടി താമസിച്ച കാലഘട്ടം. കാട്ടിൽ നിന്ന് ആനയിറങ്ങി കൃഷികളൊക്കെ മുഴുവൻ ചവിട്ട് നശിപ്പിച്ച് തിന്നു തീർക്കുന്ന ഒരു കാലഘട്ടം. ജീവനെ പോലും ഭയന്ന നിമിഷങ്ങൾ. അവിടെയൊക്കെ പ്രാർത്ഥനയിൽ അവർ ആശ്രയിച്ചു. കുടിയേറ്റ സ്ഥലങ്ങൾ ഗ്രാമങ്ങളായി ഇന്ന് പട്ടണങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ കുടിയേറ്റത്തിന്റെ കാലഘട്ടങ്ങളിൽ കുടിയേറിയ നമ്മുടെ പിതാക്കന്മാർ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അന്നൊക്കെ സന്ധ്യയ്ക്ക് വീടുകളിലോ ഉച്ചസ്ഥലത്തിലോ ഉയരുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളായിരുന്നു ജപമാലകൾ. ആ പിതാക്കന്മാരുടെ വിശ്വാസവും പ്രാർത്ഥനയും, അവർക്ക് ദൈവം കൊടുത്ത സംരക്ഷണം, രോഗങ്ങളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് ഒക്കെ അവരെ ദൈവം സംരക്ഷിച്ച അത്ഭുതമായ സംരക്ഷണത്തിന്റെ അനുഭവങ്ങൾ. വസൂരി പറന്നു പിടിച്ചപ്പോൾ നേർച്ച നേർന്നു. സെബസ്ത്യാനോസിൽ നേർച്ച കഴിക്കുവാൻ നേർച്ച നേർന്നപ്പോൾ അത്ഭുതകരമായിട്ട് വസൂരിയൊക്കെ നീങ്ങിപ്പോയ ചരിത്രങ്ങൾ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ കുടിയേറ്റത്തിന് വന്നവർ ഏക്കർ കണക്കിന് സ്ഥലം, നല്ല വീട് എല്ലാം ദൈവം വാരിക്കോരി കൊടുത്തു. എന്നിട്ടോ അവരിൽ പലരും ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചു. തന്നെ പരിപാലിച്ച ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചു. അങ്ങനെ ജീവിച്ച പിതാക്കന്മാരുടെ ജീവിതം കണ്ട് മക്കളും അങ്ങനെ ജീവിച്ചു. അങ്ങനെയൊക്കെ ജീവിച്ച കുടുംബങ്ങൾ ഇന്ന് തകർന്നു തരിപ്പണമായിരിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ദൈവമെല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അവിടുന്ന് വലിയ അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ മക്കളോടും തലമുറകളോടും ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ പ്രഘോഷിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. സങ്കീർത്തനം 78:4, അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രവാഹവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. ദൈവമായ കർത്താവ് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനു വേണ്ടി ചെയ്ത പ്രവൃത്തികൾ മറച്ചു വെക്കരുത്. ദൈവം നടത്തിയ വഴികൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ശൂന്യതയിൽ നിന്ന് ദൈവം വളർത്തിയത്, വലിയതാക്കിയത് നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. സ്വന്തമായിട്ട് ഒരു കിടപ്പാടമില്ലായിരുന്നു. ദൈവം എല്ലാം ഇന്ന് ദാനമായിട്ട് നൽകി. ഇത് മക്കളോട്, തലമുറകളോട് നമ്മൾ വിവരിച്ചു കൊടുക്കണം. ദൈവം നടത്തിയ വഴികളെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വേണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ചെയ്ത മഹത്തായ അത്ഭുത പ്രവൃത്തികളെ നമ്മൾ വർണ്ണിക്കണമെന്ന വചനം പഠിപ്പിക്കുന്നത്. അവിടുത്തെ ശക്തി പ്രഭാവം, അത്ഭുത കൃത്യങ്ങൾ വരും തലമുറയ്ക്ക് നമ്മൾ വിവരിച്ചു കൊടുക്കണം. ദൈവം നമുക്ക് വേണ്ടി ഉണർന്നിട്ട് ശക്തിയോടെ ചെയ്ത പ്രവൃത്തികൾ, നമുക്ക് മുൻപിൽ പ്രകൃതി പോലും പ്രാർത്ഥിച്ചപ്പോൾ വിറങ്ങലിച്ചു നിന്ന അത്ഭുത സംഭവങ്ങൾ, വന്യമൃഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് അടുക്കാതെ നിന്ന സംഭവങ്ങൾ, ചെങ്കടലിനെ പിളർത്തിയ ദൈവം നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയൊക്കെ ചെയ്ത എത്രയെത്ര അത്ഭുതങ്ങൾ, മരണത്തിന്റെ പിടിയിൽ നിന്ന്, മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷിച്ച അനുഭവങ്ങൾ, മരിക്കുമെന്ന്
കുർബാനയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെ ആരാധനയിൽ കണ്ണുനീരോടെ നിലവിളിച്ചപ്പോൾ അത്ഭുതം ചെയ്ത ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ മക്കളോടും തലമുറകളോടും വിവരിച്ചു കൊടുക്കണം. ദൈവം ചെയ്ത പ്രവൃത്തികളെ നമ്മൾ മറച്ചു വെക്കരുത്. ലൂക്ക 5:26 വായിക്കുന്നു, തളർവാദ രോഗി എണീറ്റു നടന്നപ്പോൾ എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ചില സമയത്തൊക്കെ ചിലരുടെ ശരീരത്തെ മുഴകൾ അപ്രത്യക്ഷമാവുന്ന പ്രാർത്ഥിക്കുമ്പോൾ, ആവശ്യമില്ലാതെ ശരീരത്തിൽ വളർന്നു വന്ന അസ്ഥികളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്നു. ഈ മുഴയും അസ്ഥികളൊക്കെ എവിടെ പോകുന്നു? ഒരു പിടിയുമില്ല. ഒരു വലിയ അത്ഭുതമാണത്. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വന്നു. ചെറുപ്പക്കാരനാണ്, ഓർമ്മ വെച്ച നാൾ മുതൽ വിക്കാണ്. പ്രാർത്ഥിച്ചു. അടുത്ത നിമിഷം ആ മകന് വിക്കില്ല. വർഷങ്ങളായിട്ട് കണ്ണുനീരിലും പ്രയാസത്തിലുമായിരുന്നു. സ്ഫുടമായിട്ട് സംസാരിക്കാൻ, തടസ്സമില്ലാതെ സംസാരിക്കാൻ പറ്റാതെ വിഷമിക്കുകയായിരുന്നു. യുവാവായപ്പോൾ ആ മകൻ കരഞ്ഞു പറയുകയാണ്, ജോലി സ്ഥലത്തൊക്കെ ഒത്തിരി പ്രയാസം. വിവാഹം ആലോചിച്ചു വന്നപ്പോൾ വിക്കനാണ് എന്നതിൻ്റെ പേരിൽ പല കല്യാണങ്ങളും മാറിപ്പോയി. സങ്കടപ്പെട്ട് കരയുക. ഒറ്റ നിമിഷം കൊണ്ട് യേശു വിക്ക് മാറ്റുകയാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയല്ലേ? ഉറപ്പായിട്ടും ഇത് നമ്മൾ പറയണം, മറ്റുള്ളവർ പറയണം കർത്താവ് ചെയ്ത പ്രവൃത്തികൾ. കർത്താവിൻ്റെ മഹത്വത്തെ നമ്മൾ പുകഴ്ത്തണം, അവിടുത്തെ നാമത്തെ നമ്മൾ ഉയർത്തണം. നമുക്ക് 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. യേശുവെ നന്ദി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് നന്ദി പറയുന്നു. വിസ്മരണീയമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചു. ഞങ്ങളുടെ സമൂഹ മധ്യത്തിൽ അങ്ങ് ശക്തി വെളിപ്പെടുത്തി. മഹത്വമേറിയ അത്ഭുത പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്തു. അവയ്ക്കെല്ലാം യേശുവെ നന്ദി പറയുന്നു. യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, യേശുവെ നന്ദി, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. സങ്കീർത്തനം 78:5. അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി, ഇസ്രായേലിന് നിയമവും. അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും നമ്മൾ മക്കളെ പഠിപ്പിക്കണം. അടുത്ത വചനം പറയുന്നു, വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. അവിടെ വചനം പറഞ്ഞു വെക്കുന്നു, വരാനിരിക്കുന്ന തലമുറകൾ, മക്കൾ, മക്കളുടെ മക്കൾ, കൊച്ചുമക്കൾ, തലമുറകൾ ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തികൾ കേൾക്കണം, അറിയണം, അവർക്ക് വിവരിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തികളെ വാ തുറന്ന് നമ്മൾ പറയണം. നമ്മളത് മറച്ചു വെക്കരുത്. ദൈവത്തിന്റെ നാമത്തെ ഉയർത്തണം, യേശുവിന്റെ നാമത്തെ ഉയർത്തണം. യേശു ചെയ്ത വിസ്മരണീയ പ്രവൃത്തികൾ ലോകം അറിയട്ടെ. വിജാതിയർ, യേശുവിനെ അറിയത്തില്ലാത്തവരൊക്കെ യേശു ചെയ്ത പ്രവൃത്തികൾ അറിയട്ടെ, കാണട്ടെ. യേശുവിന്റെ നാമം ഉയരട്ടെ. നമുക്ക് വാ തുറന്ന് യേശു ചെയ്ത വലിയ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കാം. യേശുവിനെ മഹത്വപ്പെടുത്താം. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. എത്രയോ അസാധാരണമായ അത്ഭുതങ്ങൾ, നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. എന്നിട്ട് നിന്റെ വിശ്വാസം വർദ്ധിച്ചോ? നീ യേശുവിനെ സാക്ഷിയായി ജീവിച്ചിട്ടുണ്ടോ? ജീവിക്കുന്നുണ്ടോ? അത്ഭുത സൗഖ്യം ലഭിച്ചവർ, അത്ഭുതമായ ദൈവിക
ഇടപെടലുണ്ടായി. എല്ലാം തകർന്നിട്ടും ഉയർച്ചയിലേക്കാവുന്നവർ അവരിന്ന് കർത്താവിൻ്റെ വഴികളിലാണോ ജീവിക്കുന്നത്? പലരും അല്ല. ഇത് കർത്താവായ യേശുവിന്, ദൈവമായ കർത്താവിന് ഒത്തിരിയേറെ സങ്കടകരമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ താല്പര്യമില്ല. എല്ലാവരും അവനവൻ്റെ വഴിയിൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന്, ലോകത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ കർത്താവ് ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ട്. നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തികളെ നമുക്ക് വർണ്ണിക്കാം. തലമുറയോട് നമുക്കിത് പങ്കുവയ്ക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ സമൂഹത്തിൽ വലത് ഇടത് ചെവികൾക്ക് കേൾവി നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ കേൾവി ഡയഫ്രം ദ്വാരം വീണുപോയിട്ട് കേൾവിയില്ല, അങ്ങനെ പ്രയാസപ്പെടുന്നവർ ഒന്ന് കരപിടിച്ച് പിടിക്കാവോ? കുറേ പേരുണ്ടല്ലേ ചെവിയുടെ പ്രശ്നമുള്ളത്. ആ കണ്ണാടി വെച്ച് മോനെ കയറി വന്നേ. എൻ്റെ പേര് ആഷിത്. മോൻ്റെ ഏത് ചെവിക്കാണ് പ്രശ്നം? ഒരു കൊല്ലം മുന്നേ പെട്ടെന്ന് എൻ്റെ വലത്ത് ചെവി അങ്ങ് അടഞ്ഞു. പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് അടഞ്ഞു. പിന്നെ വലത്ത് ചെവിയിൽ നിന്ന് ഒരു കൂവൽ മാത്രമേ ഉള്ളൂ. പല ഡോക്ടർമാരെ കണ്ടിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മിനിയസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് ചെവി. മിനിയസ്. ഈ മകന് ചെവിക്ക് മിനിയസ് എന്ന് പറയുന്നൊരു അസുഖമാണ്. അങ്ങനെ വലതു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയി. 1 വർഷം അല്ലേ? 1 വർഷവും 2 മാസമായി. 1 വർഷം 2 മാസമായി കേൾവി പോയിട്ട്. ഒരു സൈഡിൽ നിന്ന് ഒരു കൂവൽ മാത്രം, ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന പോലെ ഒരു കൂവൽ മാത്രം, ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. രാത്രിയിലൊക്കെ ഉറങ്ങാൻ ഭയങ്കര പാടാണ്. ചെവിയിൽ നിന്ന് ഭയങ്കര കൂവലാണ്. ചെവിക്കകത്ത് വെള്ളം കെട്ടിയ പോലെ ഒരു അവസ്ഥ. കേൾക്കത്തില്ല. ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ചെവി കേൾക്കും. ഇവിടെ നോക്കിയേ, യേശുവിൻ്റെ നാമത്തിൽ ആ ചെവി കേൾക്കും. യേശു നാമത്തിൽ. ഇടത്തെ ചെവി അടച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോനെ ഈ ചെവി ഒന്നും അടച്ചേ. മൈക്കടുപ്പിച്ചു പിടിച്ചേ. അങ്ങോട്ട് തിരിഞ്ഞേ. കർത്താവായ യേശുവേ, അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഷിത്, രാജു, ഗ്രേസി. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി ചെയ്യുന്നു. എവിടെയാണ്? ഫോക്സ് വാഗനിൽ. കേൾക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 1 വർഷമായിട്ട് നഷ്ടപ്പെട്ടു പോയ ചെവിയുടെ കേൾവി, മിനിയസ് എന്ന് പറയുന്ന രോഗം ബാധിച്ച് ചെവിയുടെ കേൾവി പോയതാണ്. യേശു തൊട്ടു. ആ ചെവി കൊണ്ട് ഇപ്പോൾ എല്ലാം കേൾക്കാം. മുഖത്ത് നല്ല സന്തോഷമായല്ലോ. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ. സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേഗരക്ഷകൻ, യേശുവേഗരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു
ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ.